ഡാ നീ ഇനി സിനിമയിലൊക്കെ ഇറങ്ങി കയ്യിലുള്ള കാശൊന്നും കളയാനൊന്നും നിക്കണ്ട. ഉള്ളതുകൊണ്ടൊക്കെ ജീവിച്ചാ അമ്മ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ കാശ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. എടാ പ്രിയ, നിന്റെ ഹോമിയോ കൊണ്ട് വാഴയുടെ കൂമ്പടപ്പെല്ലാം മാറി. നല്ല എഫക്റ്റാ. അച്ഛന്റെ കാലം എങ്ങനെയുണ്ട്? അതൊന്നും പറയണ്ട. ഇവിടെ ഒരുത്തിയെ ഞാൻ കുഴമ്പ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട്. അപ്പൊ അവള് ഓടിച്ചെന്ന് കയറിയതേ തൊട്ടപ്പുറത്തുള്ള ബാറില്. ഇപ്പൊ അപ്പുറത്തെ രാഘവനാർ ചോദിക്കാ ടീച്ചറിനെ വിട്ടാണോ സ്മോള് വാങ്ങിക്കണേന്ന്. ഒരബദ്ധം പറ്റിയിട്ടില്ലാത്ത ഒരാള്. അത് വേറെ എന്തെങ്കിലും ചിന്തിച്ചറിയാതെ ഓടിക്കേറിയായിരിക്കും അച്ഛാ. ആ വെപ്രാള സ്വഭാവം തന്നെ നിനക്കും കിട്ടിയിട്ടുണ്ട്. നീ വരുമ്പോ നീനെ മോളെയും കൊണ്ടുവരായിരുന്നില്ലേ? അമ്മ അവക്ക് ഈ പശുവിന്റെ വൈക്കോലിന്റെ സ്മെല്ല് അലർജിയാണ്. അതെന്താടാ, അവളും പശുവും പാല് കുടിച്ചല്ലേ വളർന്നത്. ഓരോരോ പരിഷ്കാരങ്ങളുണ്ടാകും. നീ പറയുന്ന കേട്ട് ഫ്ലാറ്റിലേക്ക് വരാൻ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഒന്ന് സമ്മതിപ്പിച്ചത്. ഇനിയിപ്പൊ ഇതും പറഞ്ഞ് വരാതാവും. അടുത്ത മഴയ്ക്ക് ഇവിടെ വെള്ളം കയറിയാലുണ്ടല്ലോ, അവിടെ സ്ഥിരതാമസാക്കേ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് എന്നാ അങ്ങോട്ടേക്ക് വരാൻ സൗകര്യം? ഫ്ലാറ്റിലോട്ട് വരാൻ 13-ാം തീയതി നല്ല ദിവസം എന്ന് തിരുമേനി പറഞ്ഞു. 13ഓ? അതെന്താ നിനക്ക് 13 പ്രശ്നം? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രാവിലെ തന്നെ വന്ന് പിക്ക് ചെയ്തോളാം. ആ ഡിക്കി ഒന്ന് തുറന്നേടാ. ഇതെന്തോന്നാടാ, സൂപ്പർ മാർക്കറ്റ് അല്ല, കുറച്ച് അത്യാവശ്യ സാധനം. രാസവളമില്ലാത്ത കൊലയാ. കൊണ്ടുപോയി പിള്ളേർക്ക് കൊടു. അപ്പൊ ചായങ്ങ വെച്ച് കുടിച്ചില്ലല്ലോ. മതി, പോയിട്ടരാ. ചേക്കുട്ടനോടെ അവിടെ ഉണ്ട്. നീ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ രക്ഷപ്പെട്ടാ? എടാ നീ അല്ലാതെ വേറെ ആരെങ്കിലും അവനിങ്ങനെ നോക്കോടാ? അല്ല അത് മണിമാൻ മരിക്കുന്നതിന് മുമ്പ് കൂട്ടേനെ നമ്മൾ സൂക്ഷിക്കണം എന്നല്ലേ പറഞ്ഞേ? എടാ സൂക്ഷിച്ചോണോന്നല്ല, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ജോലി കിട്ടിയ ആൾക്ക് ഉത്തരവാദിത്വമൊക്കെ ആള് നന്നായി. പൊളിക്കോ ഇത്? ഒന്ന് പറഞ്ഞേ. ഞാനോ? പെട്രോൾ അടിക്കണേ മതി. എന്നെ പണിക്ക് നിർത്തിയിട്ട് ഇയാള് വീട്ടിൽ പോകുന്ന എന്ത് ജോലിക്ക് ഒരു സമയമുണ്ടല്ലോ. എനിക്കത് കൃത്യമായിട്ട് അറിയണം. വർക്കിംഗ് ടൈം അല്ലാതെ ഈ ഫ്ലെക്സിബിൾ എന്ന പരിപാടി നടക്കില്ല. ഹലോ, ഇവിടെ ഇങ്ങനെയാണ്. അതിനൊക്കെയാണ് നിനക്ക് ഈ അക്കോമഡേഷനും ഫെസിലിറ്റീസും ഒക്കെ തന്നിരിക്കുന്നത്, മനസ്സിലായോ? പിന്നെ ഫെസിലിറ്റീസ് ഈ തീപ്പെട്ടിക്കൂട്ട് സെറ്റപ്പിൽ തിങ്ങി ഞെരുങ്ങി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പോയി. ഓ തമ്പുരാനെ, ഞാൻ അങ്ങോട്ട് വന്ന് ക്ഷണിച്ചൊന്നും അല്ലല്ലോ. ആ ഡോക്ടർ പ്രിയൻ എൻ്റെ ഒരു കൂട്ടുകാരനായി പോയി. തനിക്കേ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ വർക്ക് ചെയ്താൽ മതി, മനസ്സിലായോ? അതെല്ലാം ഞാൻ എപ്പോഴേ തീരുമാനിച്ച്. പിന്നെ ഒരു കാര്യം, ചൂഷണം എല്ലാ കാലവും നടക്കുമെന്ന് ഇയാളെ വ്യാമോഹിക്കുന്നു. നിന്ന് ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോടാ. പോടാന്നോ? പോടാ. മുതലാളി തൊഴിലാളിനെ ഇടാന്നാ? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വിളിച്ചോക്കടോ. എടാ ഇറങ്ങി പോടാ. എൻ്റെ